ഡോക്ടറെ കാണിച്ചു, മരുന്ന് കിട്ടി, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണല്ലേ. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു മീറ്റിങ്ങിന് പോവുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു തേൾപ്പാറ ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു പാരിഷ് ഹാളിൽ വെച്ചിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു പൊതുസഭ അല്ലെങ്കിൽ ഒരു പൊതു യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടുള്ളതായിരുന്നു. ഞാൻ ഓൺ വോയിസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വേറെ വന്നപ്പോഴേ എൻ്റെ വോയിസ് വല്ലാതെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ മീറ്റിങ്ങിന് വന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ബസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കുടുംബശ്രീകളിൽ നിന്നും നമുക്ക് കഴിയണമെന്നല്ല, ഒരു 1500 രൂപ വെച്ചിട്ട് ഫണ്ട് വേണമെന്ന് പറയാൻ അതിന് വേണ്ടിയിട്ട് CDSൻ്റെ ചെയർപേഴ്സൺ മായ ചേച്ചിയും അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള അനീഷ് ചേട്ടനൊക്കെ വന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മീറ്റിംഗാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ തന്നെ പിന്നെ ഫണ്ടും കാര്യങ്ങളില്ലേ, MLA ഫണ്ടില്ലേ, ഇങ്ങനൊക്കെ പല അഭിപ്രായങ്ങളും എല്ലാവരുടെ ഇടയിലും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ ചോദ്യങ്ങളും അവർ സംസാര ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ആർക്കും ഇങ്ങനെയുള്ള ചാരിറ്റി ചെയ്യാനൊന്നും ആർക്കും താല്പര്യം കുറവൊന്നുമില്ല. പക്ഷേ ഓരോ സമയത്ത് ഓരോ പിരിവ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ മായേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തി പൈസ തരണം എന്നല്ല പറയണം, ഓരോരുത്തരും തരണം എന്നല്ല. നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് തന്നെ ഇൻട്രസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മാസ വരിസംഖ്യ അതൊക്കെ ഉണ്ടാമെങ്കിൽ അത് ഓൾറെഡി ഒരു ചെക്ക് എഴുതിയിട്ട് 1500 ഒരു ചെക്ക് എഴുതിയിട്ടാണ് കൊടുക്കുക. പിന്നീട് അത് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അങ്ങനെ അടച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് തന്നെ കുറേ പേര് പുറകിക്കായിരുന്നു. എന്തായാലും അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങൊക്കെ ആയിരുന്നു ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കുറേ പേര് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് തുടങ്ങാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് അതൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പുഴയിലൊക്കെ ഒന്ന് പോയിരുന്നു, കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഓൺ വോയിസ് ആയിട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾക്ക് പോണതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ മോൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് സാറുണ്ട് വിളിക്കണേ. അപ്പോൾ ഇനി അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കി വന്നിട്ട് വീഡിയോ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഒന്ന് ഓൺ വോയിസ് ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മോൾക്ക് വയ്യാന്നും പറഞ്ഞിട്ട് കോള് വന്നത്. അങ്ങനെ പുഴയിൽ പോയിരുന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും കോള് വന്നു. സ്കൂളിൽ പോയി അവളെ കൊണ്ടുവന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ, ഡോക്ടറെ കാണിച്ചു, മരുന്ന് കിട്ടി, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണല്ലേ. അങ്ങനെ മോളെയും കൊണ്ട് എന്താ പറയുക വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തി. അവൾക്ക് മരുന്ന് കൊടുത്തു, പിന്നെ ചോറൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും ചോറുണ്ട്, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബശ്രീയുടെ സമയമായി. 4:30 ആയപ്പോൾ കുടുംബശ്രീക്ക് പോയി. പിന്നെ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെന്താ പറയുക, പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ചായ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്താ പറയുക വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ടാക്കുക, ഇത് തന്നെയാണ് എന്നും പരിപാടികളിലെ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം മോൾക്ക് സെൻഡ് ഓഫ് ഒക്കെ ആയിരുന്നു സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലൊക്കെ. അപ്പോൾ അവൾക്ക് 2 ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ആലിയ കട്ട് അങ്ങനെയുള്ളൊരു ടോപ്പ് തയ്ച്ചു. പിന്നെ ഒരു ലോങ് ടോപ്പ് സൈഡ് ഓപ്പൺ വെച്ചിട്ട് ലോങ് ടോപ്പ് 2 അങ്ങനെ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിലങ്ങോട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയണത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.
പിന്നെ കുറേ സമയം ഇങ്ങനെ തയ്യൽ എന്താ പറയുക, ഒരുപാട് സമയം അങ്ങോട്ട് ഇരിക്കാനും വയ്യ കേട്ടോ. ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒരു 1 hour ഇരിക്കുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ തുടങ്ങും. പിന്നെ കുറച്ച് നേരം നിർത്തി വയ്ക്കും. പക്ഷെ ചില സമയത്ത് മെഷീനിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണോ തയ്ക്കാൻ വിചാരിച്ച് അത് മുഴുവനാക്കിയിട്ടേ അവിടെ നിന്ന് എണീക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്, നന്നായിട്ട് പിന്നെ എണീക്കുമ്പോഴത്തേക്ക് ഭയങ്കര പെയിനായിരിക്കും കേട്ടോ. പുറം വേദന നന്നായിട്ടുണ്ടാവും. ഞാൻ കുറേ മുമ്പ് എനിക്ക് തോന്നുന്നു കിച്ചുമോളൊക്കെ കുട്ടിയാവണ സമയത്ത്, ആ ഒരു സമയത്ത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബൈക്കിൽ നിന്നൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയിനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കഴിച്ചിട്ട് കുറേ നാൾ മരുന്ന് കഴിച്ചു. അന്ന് മരുന്ന് കഴിച്ചിട്ട് പിന്നെ മാറ്റമൊന്നും ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, MRI സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് താഴെ നമ്മുടെ താഴെ ഭാഗത്തായിട്ട്, നടുവിൻ്റെ അവിടെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു വേരിയേഷൻ, വലിയ പ്രശ്നമൊന്നും അല്ല, ചെറിയതായിട്ട് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചു, റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ വലിയ ഭാരമുള്ള ജോലികളൊന്നും ഇപ്പോൾ വീട്ടിൽ ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിട്ട് ഇപ്പോൾ കുറേ നാളായി, ഇപ്പോൾ ഒരു 8 വർഷത്തോളമായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വീണ്ടും ബാക്ക് പെയിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ശ്വാസം, ബാക്ക് പെയിൻ നന്നായിട്ട് കൂടുന്ന സമയത്ത് ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും, ചുമയ്ക്കാൻ തുടങ്ങും. അപ്പോഴാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതുപോലെ മെഷീനിൽ ഇരുന്നാലും കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ ഇതുപോലെ മക്കൾക്ക് എന്തെങ്കിലും, എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിൽ എന്തെങ്കിലും തയ്ക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇരിക്കും. അപ്പോൾ അത് തീർക്കണ വരെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ചിലപ്പോൾ രാവിലെ അങ്ങോട്ട് ഇരുന്നാൽ അടുക്കളയിൽ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് രാവിലെ ഇരുന്നാൽ ഇതെപ്പോഴാണോ തീരുന്നത് അപ്പോഴേ എണീക്കുള്ളൂ. അങ്ങനെ എന്നാലും നമുക്ക് എന്തെന്നറിയോ, ഇത് പുറത്തേക്ക് കൊടുത്താലേ അതിന് നല്ല റേറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ടോപ്പ് തയ്ക്കാനാണെങ്കിൽ ഇപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ മാത്രം വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ തയ്ക്കാമല്ലോ, അത് നമുക്കൊരു ലാഭം കാണാമല്ലോ അല്ലേ. ഞാനങ്ങനെ പുറത്ത് പോയി പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളത് തന്നെ ഓരോന്ന്, അങ്ങനെ വലിയൊരു തയ്യൽക്കാരിയൊന്നും അല്ല, എന്നാലും നമ്മളത് മാത്രം, അങ്ങനെ പുറമേ നിന്ന് അങ്ങനെ ആരൊന്നും വാങ്ങിക്കലും ഇല്ല. ഇവിടെ ഇപ്പോൾ 2 പെൺകുട്ടികളാണ്, പിന്നെ ഞാൻ, അങ്ങനെ ഇപ്പോൾ നമുക്കുള്ളത് പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇങ്ങനെ ചിലപ്പോൾ മെഷീനിനുള്ള കംപ്ലൈൻറ്റോ അതല്ലെങ്കിൽ തീരെ ഇരിക്കാൻ വയ്യാന്നൊക്കെ തോന്നിയാലുള്ളൂ ഞാൻ പുറത്ത് അങ്ങനെ തയ്ക്കാൻ കൊടുക്കൽ. അപ്പോഴാണ് അതിൻ്റെ വില നമ്മൾ അറിയണം കേട്ടോ. ഒരു എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോഴാണ് അവർ ഇത്ര റേറ്റൊക്കെ പറയുമ്പോഴേ അന്തം വിടുക. അപ്പോൾ ഇപ്പോൾ പിന്നെ എല്ലാവരും തയ്യൽ പഠിച്ചില്ലെങ്കിലും യൂട്യൂബൊക്കെ നോക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യണവരാണല്ലോ അല്ലേ. നമുക്കുള്ള ഡ്രസ്സ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണല്ലോ വീട്ടിലെല്ലാവരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മോഡൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വേറെ അടുത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ ആ വിചാരിച്ച പോലെ ചിലപ്പോൾ ആയി കിട്ടണമെന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് തയ്ച്ച ആ ഒരു വീഡിയോയും കൂടെ ഞാനിതിലങ്ങനെ ഉൾപ്പെടുത്തി കേട്ടോ. ഞാനിത് നല്ല പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് തയ്ക്കാനിരുന്നേന്ന് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരുമല്ലോ. അങ്ങനെ ഇപ്പോൾ എല്ലാ വീടുകളിലും മെഷീൻ ഉണ്ടല്ലേ. ഒരു വീട് പോലും മെഷീൻ ഇല്ലാത്തുണ്ടാവില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു കീറിയതോ അല്ലെങ്കിൽ പിന്നിയതോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ തന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും, ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഏരിയകളിൽ എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക വീടുകളിലും മെഷീൻ ഉള്ളവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അധികം തയ്ക്കാനൊന്നും അങ്ങനെ കിട്ടുകയില്ല. കാരണം എല്ലാവരും അവനവൻ്റെ ഡ്രസ്സുകൾ തയ്ക്കണവർ തന്നെയാണ്. പിന്നെ ഞാൻ കിച്ചുമോൾക്ക് പനിയാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസം അടുപ്പിച്ചിട്ട് പുഴയെ പോയിരുന്നു കേട്ടോ. അവൾ വൈകുന്നേരത്ത് അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മേൻ്റെ കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് പുഴയിൽ ചെന്നിട്ട് കുളിക്കുകയല്ല ചാടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജലദോഷപ്പനിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കോൾ വന്നിട്ട് മക്കൾക്ക് ഇങ്ങനെ സുഖമില്ല, വയ്യാരും, ഒരു പേടിയാണല്ലോ അല്ലേ. അപ്പോൾ വേഗം ഞാൻ ഓടി. പിന്നെ എപ്പോഴും ഇത് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ തത്തയാണെങ്കിലും തത്തയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കുണ്ടാവും, തല മിന്നിയിട്ട് സ്കൂളിൽ നിന്ന് വിളിക്കും, എന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകും. ചിലപ്പോൾ അന്നൊക്കെ പിന്നെ ഞാനിവിടെ ഇല്ലാത്തൊരു സമയമായിരുന്നു. ഞാൻ വർക്കിന് പോണ സമയമാകുമ്പോൾ പിന്നെ അമ്മ ഓട്ടോറിക്ഷയ്ക്ക് ഏൽപ്പിച്ച് അമ്മ അങ്ങനെ ചെല്ലും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.